ആ കുഞ്ഞി എന്താ വിശേഷം? അല്ലടി ചേച്ചിയും ഭർത്താവും കൂടെ വീട്ടിലെ പോയിട്ടുള്ള അറിഞ്ഞതാ അരച്ചൊക്കെ മേടിച്ചിട്ട് പോവാ. ഓ ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം. അതെ മോന് ചോക്ലേറ്റ് മേടിക്കണോ? ഇടിയെ കുറച്ച് പണിയില്ല, കേറി എടുത്തോ. വലിയ വിലയാടി. മക്കള് കഴിക്കിട്ടെന്ന് 10 ദിവസം വർക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ചിക്കലുണ്ട് കയ്യില്. മൊത്തം തീർക്കണ്ട, എടുത്തു വെച്ചോ. അരുണിമാ പാക്കവയില്ലേ? അണ്ണാ ഞാൻ അന്വേഷിച്ചിരിക്കായിരുന്നു. പൈസ വേണ്ടേ? ஐயோ பெஸ்ட் கணக்கு இருக்கே, இதோ பாரு, கணக்கே பாரு. பலிசை வந்து 38,000. முதல்ல வேற இதெல்லாம் எப்போ செட்டில் பண்ணுவாங்க? എല്ലാം കൂടി ഒരൊറ്റ സെറ്റിൽമെന്റ്. எப்பா? எனக்கு நிறைய பிரச்சனைகள் இருக்கு. അറിയാമേ. എന്താ അറിയാന്ന് പറയുന്നു? ഈ കണക്കൊക്കെ ചേച്ചി ഈ ജൂണില് പടം വന്നിട്ടുണ്ട്. അത് തമിഴ്, അത് കഴിഞ്ഞ് തെലുങ്ക്, അത് കഴിഞ്ഞ ഹിന്ദി. അയ്യോ, അപ്പൊ പറഞ്ഞ പോലെ ജൂൺ സെറ്റിൽമെന്റ്. ജൂൺ ആവുമ്പോ ഡിസംബർ, ഡിസംബർ കഴിഞ്ഞ അടുത്ത ജൂണ്, ജൂണ് കിടക്കല്ലേ. മോളെ ഞാൻ കാത്തു നിൽക്കണില്ലേ? നീ ഇല്ലാത്തോണ്ട് ഇവിടെ ഒരു രസമില്ല, ഭയങ്കര ബോറടിയാ. എന്തെല്ലാം ഏട്ടന് കൊണ്ടുവന്നേ? അത് കുറച്ച് ചിക്കനാ. നല്ല ഡ്രസ്സാണല്ലോ, സൂപ്പറായിട്ട്. എനിക്ക് ചിക്കൻ കൊടുക്കണ്ട. വളഞ്ഞങ്ങോട്ട് വരുന്നില്ലല്ലോ. എടാ സുഖാണ് നിനക്ക്? നോക്ക് ചേച്ചിയമ്മ എന്താ കൊണ്ടുവന്നാ നോക്കി. നീയല്ലേ വെളുപ്പാൻ കാലത്ത് വരുന്നു പറഞ്ഞത്, എന്ത് ലേറ്റ് ആയി? വണ്ടി ഇട്ടുണ്ട്. ചിക്കനാ, കറി വെച്ചോ. പിന്നെ പറ, എന്തൊക്കെയാണ് വിശേഷം? നീ ഇന്ന് മിണ്ടാണ്ടിരിക്കുന്നേ? വന്നേ ചോദിക്കട്ടെ, ഇത്ര കോളായിരുന്നു നിനക്ക് കണ്ടിട്ട്. പിന്നെ വിശേഷങ്ങൾ പറ. ക്ലാസ്സിലെ അവിടെ നിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അവളുടെ പേരെന്തായിരുന്നു? രശ്മിക. രശ്മിക. അവളാണ് ഫസ്റ്റ്, നീയാണ് ഫസ്റ്റ്? അവള്. അതെന്ത് പറ്റി? തവണ മാർക്ക് മാർക്കൊന്നും കുറയാൻ പാടില്ലേ, അടുത്ത തവണ പിടിച്ചോണം. നിന്റെ അമ്മയുടെ കണക്കൊന്നും ആവരുത്, എൻ്റെ പോലെ ആവണം. എങ്ങനെ? പഠിക്കണം. ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് എന്നാ? എവിടേക്കാ ടൂർ പോയേ? വയനാടോ? വടത്തിയും പറഞ്ഞാണോ പോയേ? നീ എന്താണ് മുടി കെട്ടാത്ത? മുടി കെട്ടണ്ട, ഇതന്നെ രസം. നിനക്കൊരു സ്നേഹമില്ല പൂത്ത, പണ്ടത്തെ പോലത്തെ ഒരു സ്നേഹമില്ല. ഇത് കുറച്ച് തേങ്ങ വറുത്തരച്ച് വെക്കടേ. അമ്മ കുറച്ച് തേങ്ങ ചെലവിക്കുന്നാല്. ശരി. ചിക്കനായ അതാ ഗീത ഉണ്ടാക്കുന്നത്. ഇതേ ചിക്കൻ കുറച്ച് പൊരിച്ചാട്ടോ. നമ്മളെ സവാള ഇങ്ങനെ ചക്ക 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 ചകാന്നരിഞ്ഞ് മുളക് പൊടി ഇട്ട് കറിവേപ്പിലയുള്ള ഇട്ട് നല്ലോണം അങ്ങ് ഞെരടിയിട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ക്രഷ് ചില്ലി ഉണ്ട്, അതിങ്ങനെ വിതറണം. ക്രഷ് ചില്ലി ഒന്നും ഇവിടെ ഇല്ല. അത് ഞാൻ മേടിച്ചു തരൂലേ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നിന്റെ അനിയനാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെ മോനെ കളിപ്പിക്കുന്നുണ്ട്, ഉമ്മ വെക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. നീ വേണ്ടിക്ക് രക്ഷിച്ചോ. ഭാവിയിൽ എനക്ക് ചൂരിദാറും ബ്ലൗസൊന്നും മേടിച്ചു കൊടുക്കാൻ കഴിയില്ല, അതാ ഞാൻ പറഞ്ഞു. മനസ്സിലായി? ഇപ്പം മേടിക്ക്, ഇപ്പം രക്ഷപ്പെടുത്താം. മനസ്സിലായി? ഞാൻ ചില്ലി മേടിച്ചിട്ട് വരാം.
അമ്മയുടെ നടി ഇട്ടാറുണ്ടോ? ഇട്ടല്ല, ആ സ്വഭാവമൊക്കെ നിർത്തിയാ. അപ്പു ഇവിടെ തന്നെ ഇരിക്കുകയാണോ? വന്നേ, അകത്തേക്ക് വന്നേ. അവൻ അവിടെ ഇരിക്കട്ടെ ചേച്ചി. നീ രാവിലെ എങ്ങാൻ ബസ്സും ട്രെയിനും ഒക്കെ കയറി വന്നല്ലേ, നിനക്ക് പോയി കുളിക്കരുതോ? എന്റെ കൊച്ചിനെ കൊറേ കാലത്തിന് ശേഷം കാണുന്ന. അതൊക്കെ കാണാൻ ഇനി സമയമുണ്ട്. വാ വാ വന്നേ, അകത്തിരുന്നേ. വാ, എഴുതാനും വരയ്ക്കാനൊക്കെ ഉണ്ട്. വന്നേ, ആരെങ്കിലും വന്ന് അന്നേരം തന്നെ മടി കയറി ഇരുന്നോളൂ. നമുക്ക് എഴുതാനൊക്കെ ഇല്ലേ? അമ്മേ, ഇതാരോട് എന്റെ പാവാട ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഓടുന്നു പോയതിന്റെ അടുത്തേക്ക്? കനവിലൂടെ ഞാൻ കവിത എഴുതിയ നനു നനത്തൊരു രാവു പകർന്നു. എന്നിലൂടെ ഞാൻ എന്നിൽ ചേർന്നൊരു നീ കാണുമീ ലോകം സുന്ദരം. എന്നാണ് മുരളി? കൊറേ അല്ല, ഏകദേശം ഒന്നല്ലേ ഉള്ളൂ. അല്ല, നമ്മൾ കണ്ടിട്ട് കുറെ അല്ല. എന്താ പറ്റി? ഒന്നുമില്ല, ഈ ഫ്രഷ് മുളക് ചതച്ച മുളകാണ്. അതന്നെ. അപ്പോ ഈ ഇതിലിടാൻ വേണ്ടി, ചിക്കൻ പൊരിച്ചലിടാൻ വേണ്ടിട്ട് ചിക്കനൊക്കെ വാങ്ങിയോ? ഒന്നും നോക്കിയില്ല, കുറച്ച് ചിക്കനിങ് വാങ്ങി. കുഞ്ഞു വാങ്ങി കൊണ്ടുവന്ന കണ്ടു ഞാൻ. വേറെന്താ വിശേഷങ്ങളൊക്കെ? വേർന്നപ്പോ നല്ല ചൂടല്ലേ നാട്ടിലല്ല? ഇവിടെയും ഭയങ്കര ചൂടാ. അല്ല, അതെ, വണ്ടി ഒന്ന് മാറ്റിയാലോന്നുണ്ട്. വേറെ സ്കൂട്ടർ എടുക്കാൻ പോവാണോ? അതിലിപ്പോ കാർ എടുക്കാന്ന് വിചാരിച്ചിട്ട്. കാറോ? അപ്പോ AC അങ്ങനെ പോവാ. AC ഒക്കെ ഇട്ട് അല്ലേ, നല്ല സുഖമായിട്ട് പോവാ. അതിനൊരു ഉടുപ്പ് വേണോ? ഒരു ഭാഗ്യം വേണം അതിനൊക്കെ അല്ലേ? എന്നാല് ചില്ലി. ബസ് മറന്ന പൈസ ഞാൻ പെണ്ണിന്റെ അടുത്ത് കൊടുത്തുവിടാന്നേ. അതല്ലേ പേടിയാ, വെക്കാനും സാരമില്ലല്ലോ. കീ ഓണാക്കണം. ഇല്ല, ഇത് നീ എന്തോന്നും പറയാത്ത? ഞാൻ എന്ത് പറയാനാ? നിനക്കത് പറഞ്ഞാ മതിയല്ലോ. എനിക്കും മുരളിയേട്ടന്റെ ആഗ്രഹം നടത്തി കൊടുത്തേ പറ്റൂ. ഇപ്പൊ ഒരു സ്കൂട്ടർ ഇല്ലേ, അതിന്റെ അടവ് പോലും തീർന്നിട്ടില്ല.
എന്നിട്ട് പോരെ ഒരു കാറ്. എന്റെ മുരളിയായിട്ട് അങ്ങനെ എങ്ങനെയുള്ള ആഗ്രഹം ഒന്നും പറയാത്ത ആളാ. ചേച്ചി വീടിന്റെ ലോണ് തീർന്നിട്ടില്ല, ചേച്ചിന്റെ കല്യാണം കഴിപ്പിച്ച കടം തീർന്നിട്ടില്ല. ആ അണ്ണാച്ചിനെ കാണുമ്പോ ഞാൻ ഓടി മറഞ്ഞു നടക്കുക. ഇത് വല്ലതും അറിയുന്നുണ്ടോ? അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ആദ്യം കുടുംബം എന്താന്ന് അറിയണ്ടേ? കുടുംബജീവിതം അറിയാനായിട്ട് ഒന്നുമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലൊരു ധാരണ ഉണ്ടായാൽ മതി. ഞങ്ങൾ തമ്മിൽ നല്ല ധാരണ തന്നെയാ. നിന്നെ ചൊല്ലി ഒന്നാമത് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മുരളിയുടെ തന്നെ എന്തൊക്കെ അപമാനം സഹിച്ചാ നടക്കുന്നറിയോ? ആണാണോ എന്ന് ചോദിച്ചാ അതല്ല, പെണ്ണാണോ എന്ന് ചോദിച്ചാ അതുമല്ല. ഓ, ഇനി എന്റെ മുരളിയേട്ടന് ഞാനും ഇവിടെ വരണോന്ന് ഞാനും തീരുമാനിക്കട്ടെ. എന്ത് കാണാതിരിക്കാടാ, ഇങ്ങോട്ട് വാ. ചേച്ചി പറഞ്ഞത് കേട്ടോ അമ്മ? ഓള് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്റെ സ്ഥാനത്ത് ഓളായിരുന്നു എന്നെ പൊന്നു പോലെ നോക്കിയേനെ. ഇങ്ങോട്ടോ മോളെ? എങ്ങോട്ടാന്ന്? ഞാൻ പോവാട്ടാ. എങ്ങോട്ട്? മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോവേണ്ടി വരും. ഇപ്പൊ പോയ ബസ്സോ ട്രെയിനോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആൾക്കാരുടെ ശല്യം ഉണ്ടാവും. എന്നാലും സാരില്ല. ഒന്നുമില്ലെങ്കിൽ അയാളെന്റെ ചേച്ചിന്റെ ഭർത്താവല്ലേ, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതല്ലേ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒന്നും അങ്ങനെ തികയണില്ല ആർക്കും. അധികം പറ്റാ. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാത്തല്ലേ നല്ല. എനിക്ക് എങ്ങനെ ജീവിക്കണ്ടെന്ന് അറിയൂല. ആണായിട്ട് ജീവിക്കണോ, പെണ്ണായിട്ട് ജീവിക്കണോ? ഞാനിങ്ങനെ ആയത് എന്റെ തെറ്റാണോ? ഏട്ടാ പോട്ടെ. സഹകൃതി, ഹാ ഹാ, എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കാറ്റോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാനേ ഇരുട്ടത്തൊരു കറവ് പശു പോണുണ്ട്. പിന്നെ ഞാനും പറഞ്ഞ് വിട്ടോളാം, നല്ലത്.
ശരതി, ഈ മുരളി ഗീതയെ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ നമ്മുടെ ഈ ഒരു വീട് ചെറിയൊരു വീടായിരുന്നല്ലേ. അപ്പൊ പിന്നെ ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തി എങ്ങനെയാന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഉള്ളേ. ശരതി, നിങ്ങളെ മക്കളെ ഈ നാട്ടുകാർ പല തട്ടിലാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെങ്കിലും അവരെ ഒരേ രീതിയിൽ കാണാനുള്ള മനസ്സ് കാണിക്കണം. നമ്മളൊരു അമ്മയില്ല നമ്മള്. ഇപ്പോഴത്തെ കാല കുട്ടികളെ നമ്മുടെ കയ്യിലേക്ക് അങ്ങ് കിട്ടിയേ കിട്ടി, ഏത് വഴിക്കാ പോകാൻ നടന്നില്ല. എന്താണ് കൊള്ളി, കാറൊക്കെ വാങ്ങണ്ടേ? ഇതേ വീട്ടിൽ നിന്ന് പിടിച്ചിരുത്താണ്ട് ഇത് പണിക്കൊക്കെ വിട്. എപ്പോഴും സ്നേഹമൊക്കെ പറ്റുമോ? ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഇങ്ങനെ ചിക്കൻ പൊരിച്ചൊക്കെ അടിപൊളിയായോ? ചിക്കൻ എരിവ് കുറച്ച് കുറയും. 100 രൂപ പറയട്ടെ. വേറെ പറയാൻ അല്ല, ഞാനത് ഈ ചിക്കൻ പൊരിച്ചതിൽ എരിവ് കുറഞ്ഞാലേ നമുക്ക് വേറൊരു സാധനം പിടിക്കാം. അല്ല, നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ആക്കിയില്ല. ചിക്കനിൽ എരിവ് കുറഞ്ഞല്ലേ? അതെയാ? ആ, അതിന് ഒറ്റമൂലിയുണ്ട്. അത് എരിവായ ഇതെന്തിനാ കിട്ടിയെന്ന് നിനക്കറിയാം. നേരത്തെ എന്തോ ഓർമ്മ എന്തോ പറഞ്ഞില്ലേ? ഇനി അങ്ങനെ ഓർക്കാനാ?